അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഡോക്ടർ റാം ആരുടെ ഒത്താശക്കാരൻ? ഹിന്ദു കുട്ടികളെ മതം മാറ്റുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. നിരവധി സംശയങ്ങൾ ഉയരുകയാണ്. ഈ കോളേജിന്റെ ഉടമസ്ഥന് കേരളത്തിലെ സ്വാധീനവും ചർച്ച ചെയ്യപ്പെടുന്നു. ഇത്രയധികം വിവാദമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഉടമയായ അബ്ദുൾ ജബ്ബാർ ഹാജി കേരളത്തിൽ എത്താത്തത് എന്നതും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെ പ്രശംസിക്കുന്ന ഒരു പ്രസംഗവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിതിൻ രാജിന്റെ മരണം ഒരു മുന്നറിയിപ്പോ. നിതിൻ രാജിന്റെ ജീവനെടുത്ത കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ ഉടമയ്ക്ക് മറ്റൊരു കോളേജ് കൂടി കാസർകോട്ടുണ്ട്, സെഞ്ചുറി ഡെന്റൽ കോളേജ്. ഈ ഡെന്റൽ കോളേജ് കേരളത്തിലെ പല അമ്മമാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു കോളേജാണ്. പൊന്നുപോലെ അവർ വളർത്തി വലുതാക്കിയ മക്കൾ ഒരു സുപ്രഭാതത്തിൽ മതം മാറി ഇസ്ലാമായി കാമുകന്മാരോടൊപ്പം അപ്രത്യക്ഷരായത് ഈ കോളേജിൽ നിന്നാണ്. ആറ്റുകാലിലെ നിമിഷ ഫാത്തിമ, എറണാകുളത്തെ മെറിൻ എന്നിവർ സിറിയയിലേക്ക് പോയത് സെഞ്ചുറി ഡെന്റൽ കോളേജിൽ നിന്നാണ്. ഈ നിമിഷ ഫാത്തിമയും മെറിനും സെഞ്ചുറി ഡെന്റൽ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികളാണ്. അവർ അവിടെ നടന്ന ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടിയാണ് സിറിയയിലേക്ക് പോയത് എന്നാണ് ആരോപണം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് എന്ന കണ്ണൂർ ദന്തൽ കോളേജിലെ പ്രൊഫസർ റാം ഹിന്ദു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ട്. അവരെ ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള അടിത്തറ ഒരുക്കാനാണോ എന്ന് സംശയിച്ചാലും തള്ളിക്കളയാനാവില്ല എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെയും സെഞ്ചുറി ദന്തൽ കോളേജിന്റെയും ഉടമസ്ഥത ഒരു ട്രസ്റ്റിനാണ്. ഈ ട്രസ്റ്റിന് അബ്ദുൾ നാസർ മദനിയുമായി ബന്ധമുണ്ട് എന്ന ആരോപണവും ചോദ്യം ചെയ്യപ്പെടുന്നു. മാത്രമല്ല, കേരളത്തിൽ അഞ്ചരക്കണ്ടി ദന്തൽ അഥവാ കണ്ണൂർ ദന്തൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവാദമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഉടമയായ അബ്ദുൾ ജബ്ബാർ ഹാജി കേരളത്തിൽ എത്താത്തത് എന്നതും ദുരൂഹമാണ്. ഇപ്പോൾ മലേഷ്യയിലാണ് അബ്ദുൾ ജബ്ബാർ ഹാജി എന്നാണ് പുറത്തുവരുന്ന വിവരം.